ഭുവനേശ്വറിൽ നിന്ന് കൽക്കത്തയിലേക്ക് ഏകദേശം 9 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. അതിരാവിലെ കൊൽക്കത്ത സിറ്റിയിൽ കയറിയതിന് ശേഷം ട്രാഫിക് നിറയുന്നതിന് മുമ്പ് പ്രശസ്തമായ കൽക്കത്ത കാളിഘാട്ട് ടെമ്പിൾ കണ്ട് ഹൗറ ബ്രിഡ്ജിലൂടെ കയറി സിലിഗുരി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാൻ തെറ്റിപ്പോയി. രാവിലത്തെ യാത്ര പുറപ്പെടുമ്പോഴത്തേക്ക് അല്പം സമയമായതിനാൽ ഞങ്ങൾ വിചാരിച്ച സമയത്ത് 6 മണി സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പകരം ഞങ്ങൾ ഏകദേശം ഒരു 9:30-10 മണിയോടടുപ്പിച്ചാണ് ഇവിടെ എത്തിയത്. അപ്പോഴത്തേക്കും സിറ്റി വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരുന്നു. വംഗദേശം എന്നറിയപ്പെടുന്ന ബംഗാളിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ചരിത്ര നഗരമാണ് കൽക്കത്ത. ഹൗറ എന്നും കൽക്കത്ത എന്നുള്ള 2 നഗരങ്ങൾക്ക് കുറുകെ ഹൗറ എന്നൊരു പാലം നിർമ്മിച്ചുകൊണ്ട് അതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചിരിക്കുന്നു. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ പ്രസിഡൻസി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോഴാണ് കൽക്കത്ത ഒരു ക്യാപിറ്റൽ സിറ്റിയായി അവർ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇന്നത് 13 ദശലക്ഷം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ നഗരമാണ്. 1911 ബ്രിട്ടീഷുകാർ ഡൽഹിയിലേക്ക് തലസ്ഥാന നഗരം മാറ്റി സ്ഥാപിക്കുന്നതുവരെ കൊൽക്കത്ത ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്ത ശ്രീരാമകൃഷ്ണ പരമഹംസനും രാജാറാം മോഹൻ റായും സ്വാമി വിവേകാനന്ദനൊക്കെ ഈ കൽക്കത്ത നഗരത്തിൻ്റെ സന്തതികൾ ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, ഖുദിറാം ബോസിനെ പോലെ അനേകം വിപ്ലവകാരികളായ നേതാക്കന്മാരും, രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ, സത്യജിത് റായിയെ പോലെ, സലീൽ ചൗധരിയെയും വപ്പി ലഹരിയെയും R.D. ബർമനെയും, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പണ്ഡിറ്റ് ജസ്രാജും വിലായത്ത് ഖാനും ബഡേ ഗുലാം അലി ഖാനും റാഷിദ് ഖാനും അടങ്ങുന്ന ഒരു വലിയ നിര തന്നെ, മന്നാടയും കിഷോർ കുമാറും ഉഷാ ഉദുപ്പും, മാന്ത്രികനായ PC സർക്കാരും, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ അമർത്യ സെന്നും, ഈ നഗരത്തെ നെഞ്ചോട് ചേർത്ത മദർ തെരേസയും എല്ലാം ഈ നഗരം നമുക്ക് തന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാസാഗർ സേതു എന്ന് വിളിക്കുന്ന 2ാമത്തെ സെക്കൻഡ് ഹൂഗ്ലി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഹൂഗ്ലി നദിയുടെ മുകളിലുള്ള 822 മീറ്റർ വലിപ്പമുള്ള കേബിൾ സ്റ്റേഡ് 6 ലൈൻ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ്. ഇത് ഹൗറ ബ്രിഡ്ജിലെ ട്രാഫിക് വർദ്ധിച്ചപ്പം അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈമറിലി നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് നാഷണൽ ഹൈവേയുമായിട്ട് കൽക്കത്ത നഗരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്.
പാലത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കാനുള്ള ഒരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടില്ല. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം അവിടെ വാക്ക് വേ നിർത്തിയിരിക്കുകയാണ്. വൈകുന്നേരത്തെ ദൂരെ നിന്നുള്ള ഈ ഹൂബ്ലി വിദ്യാസാഗർ സേതു ബ്രിഡ്ജിൻ്റെ വ്യൂ വളരെ മനോഹരമാണ്. നദിയും ഈ ഇതിൽ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഈ സമയത്ത് ഇവിടെ വരാറുണ്ട്. ഹൗറ ബ്രിഡ്ജിൽ അലൗ ചെയ്തിരുന്ന ഒരു ദിവസത്തെ വെഹിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 85,000 ആയിരുന്നു. അത് ക്രോസ് ചെയ്ത് ഏതാണ്ട് 1,00,000 മുകളിലേക്ക് വന്നപ്പോൾ അത് ഹൗറ ബ്രിഡ്ജിൻ്റെ ബലക്ഷയം ഉണ്ടാക്കുന്നതിന് കാരണം ആകും എന്ന് കണ്ടപ്പോഴാണ് രണ്ടാമതൊരു ബ്രിഡ്ജ് ഹൂഗ്ലി നദിക്ക് കുറുകെ ഹൗറയെയും കൽക്കത്തയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. 1972 മെയ് 20 വിദ്യാസാഗർ സേതുവിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തു. 1976 ജൂലൈ 3 ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. ഏതാണ്ട് 22 വർഷം എടുത്തു ഈ പാലത്തിൻ്റെ പണി തീരാൻ വേണ്ടി. 1992 ഒക്ടോബർ 10 ജനങ്ങൾക്കായി ഈ പാലം തുറന്നു കൊടുത്തു. 1,00,000 വാഹനങ്ങളെ പ്രതിദിനം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചത്. ഇന്നത്തേക്ക് ഇതിലൂടെ കടന്നുപോയ വെഹിക്കിൾസിൻ്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 80,000 വാഹനങ്ങൾ ഒരു ദിവസം എന്ന കണക്കിലാണ്. ഇനിയും 20,000 വെഹിക്കിൾസ് കൂടെ കടന്നു പോകത്തക്ക രീതിയിൽ അടുത്ത കുറേ വർഷങ്ങൾ കൂടെ കേപ്പബിളായ ഒരു രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്, അതിനുവേണ്ടി ചിലവാക്കിയ തുക ഇന്നത്തെ കണക്കിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 28,000 കോടി രൂപ വരും. ഇതിനുശേഷം കൽക്കത്തയിൽ മറ്റ് അനേകം ഇത്തരത്തിലുള്ള കേബിൾ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് രവീന്ദ്ര സേതു, വിവേകാനന്ദ സേതു തുടങ്ങിയിട്ടുള്ള ഇത്തരം കേബിൾ പാലങ്ങളാണ്. মহাযজ্ঞ করি প্রভু ভোলানাথে. 1692 ജോബ് ചാർണോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽ സുട്ടാനോട്ടി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ വരികയും ആ വില്ലേജ് ഒരു സിറ്റി നിർമ്മിക്കാൻ പറ്റിയതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ചിത്പൂർ, ഷിറ്റാനോട്ടി, കാലിക്കട്ട, ഗോവിന്ദപൂർ, കാലിക്കട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പോർഷൻ ഇവിടെ ഒരു സിറ്റി നിർമ്മിക്കാനും ബ്രിട്ടീഷ് എംപയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട താവളമാക്കി മാറ്റാം എന്നും കരുതിയാണ് അദ്ദേഹം കാലിക്കട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്തെ സെലക്ട് ചെയ്തത്. ഇതിന് എതിർവാദങ്ങളുമുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പേ ഇത് അറിയപ്പെടുന്ന കാളിഘാട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രദേശമാണെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും കൊൽക്കത്ത അഥവാ കൽക്കത്ത എന്ന് പറയുന്ന സ്ഥലം കാലിക്കാട്ട എന്ന് അറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ആയിരുന്ന, ഒരു കാലത്ത് ബ്രിട്ടീഷ് എംപയറിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനം എന്ന് പറയത്തക്ക രീതിയിൽ വലിപ്പമുണ്ടായിരുന്ന ഒരു സിറ്റി തന്നെയായിരുന്നു കൊൽക്കത്ത. അതിൻ്റെ രാജകീയ പ്രൗഢി, കൊളോണിയൽ പ്രൗഢി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ആക്കി മാറ്റത്തക്ക രീതിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും പിന്നീട് ബ്രിട്ടീഷ് രാജിനെയും സഹായിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തി ഉണ്ടാവില്ല. അത്രത്തോളം കൊളോണിയൽ ബിൽഡിങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സിറ്റി ഇന്ത്യയിലെ തന്നെ ഏതാണ്ട്
ഈ ഈ സമയത്ത് പോലും 170 കൊളോണിയൽ ബിൽഡിങ്ങുള്ള ഒരു നഗരം തന്നെയാണ് കൽക്കത്ത നഗരം. ഇത്തരം ബിൽഡിങ്ങുകളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഹെറിറ്റേജ് പദ്ധതികളൊക്കെ ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കാലക്രമേണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റ് ട്രേഡ് യൂണിയനുകളും എല്ലാം കൂടെ ചേർന്ന് കൽക്കത്ത നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കുകയും അതിൻ്റെ പഴയ പ്രതാപകാലത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നിരവധി ഇത്തരത്തിലുള്ള തകർന്ന ബിൽഡിങ്ങുകളും പെയിൻറ്റിങ് ചെയ്യാത്തതും ചെടികളും ഒക്കെ വള്ളിപ്പടർപ്പുകളൊക്കെ പടർന്നു പിടിച്ചതുമായിട്ടുള്ള നിരവധി കെട്ടിടങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്ന് പ്രതാപകാലം ഉണ്ടായിരുന്ന ഒരു ഏരിയ ഇന്ന് മ്യൂസിയങ്ങളും അതുപോലെ തന്നെ മറ്റ് ചില ബംഗ്ലാവുകളൊക്കെയായി അവശേഷിക്കുന്നുണ്ട്. ഈ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനടുത്ത് തന്നെയാണ് വിക്ടോറിയ മെമ്മോറിയലും ഫോർട്ട് വില്യം, അതുപോലെ തന്നെ ഇതിനടുത്ത് ഇന്ത്യൻ മ്യൂസിയവും മാർബിൾ പാലസ് മാൻഷനും തുടങ്ങി അനേകം കാഴ്ചകൾ ഈ ഏരിയയിൽ തന്നെ നമുക്കുണ്ട്. ഞങ്ങളിതിനെല്ലാം കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് ഈഡൻസ് ഗാർഡൻ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ ഈഡൻ ഗാർഡനാണ് ഈ മുൻപിൽ കാണുന്നത്. 68,000 ആളുകളെ ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു സ്റ്റേഡിയമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. 1864 ഈ സ്റ്റേഡിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് ഗ്രൗണ്ടും കൂടെയാണ്. 1934 ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ നടന്ന ഒരു മത്സരമാണ് ഇവിടുത്തെ ആദ്യ മത്സരം. സൗരവ് ഗാംഗുലിയെ പോലെ പ്രശസ്തരായ ക്രിക്കറ്റ് കളിക്കാരെല്ലാം ഇതേ സ്റ്റേഡിയത്തിലാണ് പയറ്റിത്തെളിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീണ ബംഗാൾ ക്ഷാമത്തിൻ്റെ ദുരന്തമുഖം കൽക്കത്ത സിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പേറേണ്ടി വന്നത്. ബംഗാളിലെ 1943 ബംഗാളിലെ ക്ഷാമത്തിൻ്റെ കാലത്ത് അന്നത്തെ ബംഗാൾ ഗ്രാമപ്രദേശങ്ങളുടെ ആളുകളുടെ ജീവിതം വളരെ അസഹ്യമായൊരു സമയത്ത് അത്തരം ആളുകളെല്ലാം തന്നെ കയ്യിൽ കിട്ടിയതെല്ലാം വിറ്റ് പെറുക്കി ഒരു ചാക്ക് അരിക്ക് വേണ്ടി ഉണ്ടായിരുന്ന കിടപ്പാടം പോലും വിറ്റ്, സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് വിറ്റ് കഴിയുന്ന ആളുകളെല്ലാം ഈ പട്ടണത്തിലേക്ക് വരാനും ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കും, അതുകൊണ്ട് എന്തെങ്കിലും വരുമാനം കിട്ടും എന്നുള്ള ധാരണയിൽ കൽക്കത്ത സിറ്റിയിലേക്ക് അനേകം ആളുകൾ വരികയുണ്ടായി. അവരുടെ കഥ കൂടെയാണ് ഈ കൽക്കത്ത സിറ്റി നമ്മളോട് പറയുന്നത്. 1942 ദുർഗാപൂജയ്ക്കിടയിൽ ഉണ്ടായ വലിയ ചുഴലിക്കാറ്റ് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. ആളുകളെ മാത്രമല്ല, കന്നുകാലികളും മത്സ്യങ്ങളും പുഴകളും എല്ലാം ആ കാലത്ത് ഇല്ലാതായി. ബംഗാളിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് സ്വന്തം വീടുപേക്ഷിച്ച് പിന്നീട് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും തുകയുമായി തിരിച്ച് നാട്ടിലേക്ക് വരാം എന്ന് വിചാരിച്ച് ഈ സിറ്റിയിലെത്തിയ ആളുകൾ കോളറ പോലെ, വസൂരി പോലുള്ള രോഗങ്ങൾ ബാധിച്ച് ഒറ്റയ്ക്ക് പട്ടിണിയായി നരകി ഇവിടെ മരണപ്പെട്ടു. ക്ഷാമങ്ങൾക്കും പട്ടിണിക്കും കാരണമാകുന്ന രീതിയിൽ കൃഷിയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അതിശക്തമായ മഴയോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 1943-44 കാലഘട്ടത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതിന് കാരണമായത് ബ്രിട്ടീഷുകാരുടെ ഭരണ നയത്തിലെ വൈകല്യങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം.
കൊൽക്കത്തയിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ക്രൂമോ ഫൂൾ അല്ലെങ്കിൽ മത്തങ്ങ പൂക്കൾ വാങ്ങാൻ ആളുകൾ പോകുന്നത് കാണാം. ഈ മത്തങ്ങയുടെ പൂക്കൾ മാവിൽ മുക്കി ദാൽ ദാലിനൊപ്പം കഴിക്കുന്നത് അവിടുത്തെ ഒരു പ്രധാന വിഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒന്നും ഭക്ഷിക്കാനില്ലാതിരുന്നൊരു സമയത്ത് ഈ ബംഗാൾ ക്ഷാമകാലത്ത് ആളുകൾ കണ്ടുപിടിച്ച, വിശപ്പടക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ഡിഷ് മാത്രമായിരുന്നു ഈ മത്തങ്ങയുടെ പൂവ് മാവിൽ മുക്കി കഴിക്കുക എന്നുള്ളത്. ഇങ്ങനെ മത്തങ്ങയുടെ പൂക്കൾക്ക് വേണ്ടി ആളുകൾ നടക്കുമ്പോൾ നമ്മളൊരുപക്ഷെ അറിയാതെങ്കിലും ഇത് ഇവിടുത്തെ മനോഹരമായൊരു ഡിഷാണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ പുറകിലുള്ള ചരിത്ര സത്യം വിസ്മരിക്കപ്പെട്ടു പോകും എന്ന് പറയാതെ വയ്യ. കൽക്കട്ട സിറ്റിയിൽ ഇത്തരത്തിൽ പല വിഭവങ്ങളുമുണ്ട്. എത്രയോ വിഭവങ്ങളുള്ള ഒരു ഭക്ഷണത്തിൻ്റെ വൈവിധ്യം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഈ സിറ്റിക്ക് പലപ്പോഴും പട്ടിണിയുടെ, കെടുതികളുടെ, സമരങ്ങളുടെ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാം കഥകൾ പറയാനുണ്ട്. ഇതിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരു സംസ്കാരം, ഇത്തരം എത്രയോ കഥകളാണ് ഇന്ന് ഈ കൽക്കത്ത നഗരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സിറ്റിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്രയേറെ വൈവിധ്യത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അപൂർവമായി.